ഹലോ, ദിയാസ് നാച്ചുറൽസിൽ നിന്നാണ്. ഇന്ന് നമ്മൾ തിരുച്ചിയിൽ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നും ആസ് യൂഷ്വൽ നമ്മളുടെ മോർണിംഗ് റൊട്ടീൻ ഒരു മാറ്റവുമില്ല. രാവിലെ തന്നെ ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കുന്ന പണിയിലാണ്. രാവിലെ ചൂടുവെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്ക് കയ്യും കാലും വിറയ്ക്കും എന്നുള്ള ഒരു അവസ്ഥയിലാണ്. അതങ്ങനെ ശീലിച്ചു പോയി. ചൂടുവെള്ളം ഇന്ന് എൻ്റെ ഫ്രണ്ടിനും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേർക്കും കൂടി ഞാൻ ചൂടുവെള്ളമൊക്കെ പ്രിപ്പയർ ചെയ്തു. അതൊക്കെ റിലാക്സ് ആയിട്ട് തന്നെ കുടിച്ചു. പിന്നെ നമുക്ക് റെഡി ആവാന്നുള്ള ഒരു തകൃതയിലാണ്. ഇന്ന് റിട്ടേൺ ആണ്. ഇന്ന് ബാക്ക് ടു ചെന്നൈ പോവുകയാണ്. അതുകൊണ്ടൊരു ചെറിയ സന്തോഷമുണ്ട്. എന്നാലും നമ്മൾ പോയതിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യണം, ആ ഒരു ടെൻഷനും കൂടി ഉണ്ട്. എന്നാലും വീട്ടിലേക്ക് പോകാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ്. നല്ല റിലാക്സ് ആയിട്ട് തന്നെ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സമയം പോകുന്നില്ല. നമുക്ക് വീട്ടിലാവുമ്പോൾ എത്ര സമയം ഉണ്ടെങ്കിലും തികയില്ല. ഇവിടെ നമുക്ക് ചുമ്മാ നേരം പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നല്ല റിലാക്സ് ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഞാൻ ടി വി വെച്ചിട്ട് കണ്ടു എന്തെങ്കിലും പാട്ടോ പ്രോഗ്രാമോ എന്തെങ്കിലും വരുന്നോ എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ടി വിയുടെ റിമോട്ടിൻ്റെ ആക്സസ് നമുക്ക് കിട്ടുന്നത്. ഈ വീട്ടിലിപ്പോൾ പണ്ടൊക്കെ എപ്പോഴും ഞാനായിരിക്കും വീട്ടിൽ ഒരു കയ്യിൽ റിമോട്ടായിരിക്കും, വേറൊരു കയ്യിൽ സ്നാക്സ് ബോക്സ്, അങ്ങനെയൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോഴൊക്കെ ഞാൻ എപ്പോൾ കാണാനിരുന്നാലും എൻ്റെ കുട്ടി വന്നിട്ട് അവൾക്ക് കാണണം എന്ന് പറയും. പിന്നെ ഞാനിപ്പോൾ കാണാൻ പോകാറില്ല, അതിനുള്ള സമയവുമില്ല. അവരുടെ കൂടെ കുറേ കത്തി വെച്ചുകൊണ്ടിരുന്നു. ബൂവ കഴിക്കാൻ പോവും, സാപ്പിടുറോം തൂങ്ങുറോം, വേറെ എന്ത് വിലയും ഇല്ല. വീട്ടിലെണ്ണം പാത്രം കഴുകണം, തുണി തുவைക്കണം. നമ്മൾ മോർണിംഗുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വന്നത്. ഇന്ന് ഞാൻ വാട്ടർമെലനും പപ്പായ അതുപോലെ തന്നെ ബ്രെഡ് സ്ലൈസസ് ആണ് എടുത്തിരുന്നത്. പിന്നെ വാട്ടർമെലൻ ജ്യൂസ് കൂടി എടുത്തു. അതൊക്കെ കഴിച്ചിട്ട് ബാക്ക് ടു റൂം. ഫ്രണ്ട്സ്, ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. ഇനി നമുക്ക് വർക്കിലേക്ക് പോകണം, കോളേജിലേക്ക് പോകണം. പോയിട്ട് വന്നിട്ട് ഇന്ന് റിട്ടേൺ ഉണ്ട്. ഇന്ന് നമുക്കൊരു 5 o'clock ആകുമ്പോൾ വരും. ആക്ച്വലി 7-നാണ് നമുക്ക് ട്രെയിൻ. വന്ദേ ഭാരതിലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വന്ദേ ഭാരതിൽ പോകുന്നത്. എക്സൈറ്റഡ്. ഫസ്റ്റ് ടൈം വന്ദേ ഭാരതിൽ പോവുകയാണ്. എക്സൈറ്റഡ് അങ്ങനെ ഒന്നുമില്ല. അത് വലിയൊരു പുള്ളിക്കാർ നേരത്തെ തന്നെ വന്ദേ ഭാരതിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് പറയാണ്. ഇറങ്ങിയതുക്കപ്പുറം എക്സൈറ്റഡാ ഇല്ലയെന്ന് പാரு. എടുത്തിട്ട് വാங்க. நேற்றுக்கு ஆக்சுவலி நான் கார்டு நம்பரை மறந்துட்டு தான் ஒரு கன்ஃபியூஷனில் 435 434 ஒரு ஞாபகத்திலே ரிசப்ഷനിൽ. അഗെയിൻ നമ്മൾ വർക്ക് പ്ലേസിലേക്ക് തിരിച്ചു. റൂം വെക്കേറ്റ് ചെയ്തിട്ടില്ല. ഈവനിങ് 7 o'clock അല്ലേ ട്രെയിന്, അതുകൊണ്ട് ഈവനിങ് വന്നിട്ട് വെക്കേറ്റ് ചെയ്യാമെന്നുള്ള പ്ലാനിലാണ്. നമ്മൾ അവിടെ പോയിട്ട് വർക്കൊക്കെ ഇന്ന് വേഗം തന്നെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഇടയിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ പുറത്തേക്ക് വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഇവിടെ നല്ല ചെടികളും പൂവും അതുപോലെ തന്നെ വേപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല കാറ്റൊക്കെ ആയിരിക്കും. പിന്നെ ഞാനും ഫ്രണ്ടും കൂടി കുറേ നേരം ഇങ്ങനെ വിരലൊക്കെ മടക്കി ഒളിച്ചൊക്കെ കളിച്ചു. ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോഴാണ് ഒരു 3 വിരൽ കാണുന്ന പോലെ. അത് വലുതായിട്ടൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഫുഡ് കഴിക്കൽ മഹാമകം. ആക്ച്വലി നല്ല ഫുഡാണിവിടെ. ഇന്ന് വന്നിട്ട് റവ പായസം ഒന്നുകൂടി തന്നിട്ടുണ്ടായിരുന്നു, അതും കൂടി കഴിച്ചു. ഇവിടെ നമുക്ക് ഫുഡ് നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ വരുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് അറേഞ്ച് ചെയ്യുന്നതാണ്. ഇവിടെ മറ്റുള്ള സ്റ്റാഫ്സൊക്കെ അവർ കൊണ്ടുവരും, വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കൊണ്ടുവരികയാണ്. പിന്നെ കുറേ നേരം അങ്ങനെ വാങ്ങി നോക്കിക്കൊണ്ട് നിന്നു. ഫ്രണ്ട്സ്, കോളേജിലുള്ള പണിയൊക്കെ തീർന്നു. ഇനി റിട്ടേൺ പോകണം. റിട്ടേൺ 7 മണിക്കാണ് ട്രെയിന്. അതിന് മുമ്പേ തന്നെ ഇവിടെ നിന്ന് പോയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് പ്ലാനുണ്ട്. ഐസ്ക്രീം കഴിക്കാൻ പോകണം, അതാണ് പ്ലാൻ. ആക്ച്വലി ഇന്ന് അവർക്കൊക്കെ വർക്കിംഗ് ഡേ അല്ല, ലീവാണ്. എന്തോ ഗവൺമെൻറ് ഹോളിഡേ ആണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മളിവിടെ ഉള്ളത് കൊണ്ട് എന്തായാലും അവർ കുറേ സ്റ്റാഫ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി റിട്ടേൺ തിരിച്ചപ്പം ഇവിടെ മൈക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ഐസ്ക്രീം ഷാപ്പ് ഉണ്ടായിരുന്നു എന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. പുള്ളിക്കാരി പണ്ട് ഇവിടെയാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കും വേണം, നമുക്ക് കഴിച്ചു നോക്കാം, ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ
ഇവിടെ ഉള്ളവർ പറഞ്ഞു, ഇവിടെയൊക്കെ ഇവിടെ ഉള്ളവരല്ലേ, അപ്പോൾ അവർ പറഞ്ഞു അത് പണ്ടത്തെ പോലെ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല എന്ന്. എന്നാലും ഞാൻ പറഞ്ഞു എന്നാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അവർ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടില്ല. 15 രൂപ ഒരു ക്യൂബിന് വന്നിട്ട് 15 രൂപ 10 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് ഒന്നും പണ്ടത്തെ പോലെ ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് പൊതുവേ ഐസ്ക്രീമൊന്നും വലിയ ഇഷ്ടമല്ല, എന്നാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന്. പക്ഷെ നമ്മൾ പോയപ്പോൾ കേട്ട സാധനമൊന്നും ഇല്ലായിരുന്നു. ലൈക്ക് ആ ഫ്രൂട്ട്സ് ഇട്ട് തരുന്ന സംഭവം ഇല്ലായിരുന്നു. സോ പിന്നെ നമ്മൾ ജിഗർ തണ്ടയൊക്കെ ഓർഡർ ചെയ്തു. ജിഗർ തണ്ട പിന്നെ അവരൊക്കെ ഐസ്ക്രീം എന്തൊക്കെയോ കഴിച്ചു. തരക്കേടില്ലായിരുന്നു. ജിഗർ തണ്ട നല്ല രസമായിരുന്നു. സോ പിന്നെ അവിടെ പുറത്ത് തന്നെ ബന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ബട്ടർ ബൺ, അതുപോലെ തന്നെ നമുക്ക് കോക്കനട്ട് ബൺ, പിന്നെ ബ്രെഡ് അങ്ങനത്തെ, അത് ഹോം മെയ്ഡായിട്ട് അവർ ബേക്ക് ചെയ്ത് വെക്കുന്നതെന്ന് തോന്നുന്നു. സോ അത് നമ്മൾ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കാം വാങ്ങാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു ബട്ടർ ബന്നും ഒരു കോക്കനട്ട് ബന്നും കൂടി വാങ്ങി. Now the time to shopping. எனக்காக என்னுடைய மேனேஜர் என்னெல்லாமோ സോ ഒരു ഫെമിനാസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ എല്ലാ സാധനങ്ങളും കാണും. ലൈക്ക് നമുക്ക് സ്റ്റേഷനറി ഐറ്റംസ്, അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസൊക്കെ നല്ലതാണ്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം അങ്ങനെ തപ്പി നോക്കിക്കൊണ്ട് നടന്നു. ഇപ്പോൾ പിന്നെ സ്കൂൾ ഓപ്പണിങ്ങിന് ടൈമായി എന്നുള്ളത് കൊണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. വാട്ടർ ബോട്ടിൽസൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഷോപ്പിങ്ങിന് വന്നിടത്തിൻ്റെ മാനേജറിനെ കണ്ടില്ല, ഞാൻ തേടി നടക്കുകയാണ്. ഇത് വാങ്ങി എൻ്റെ കയ്യിൽ തന്നിട്ട് പോയി എവിടെയാണ്. സോ അങ്ങനെ ഞാൻ പുള്ളിക്കാരിയെ തപ്പി നടക്കുമ്പോഴാണ് ഈ ആനക്കുട്ടികളുടെ ഒരു ബഹളം കണ്ടത്. എനിക്കെന്തോ ഈ ആനക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലെ എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ആനക്കുട്ടി വാങ്ങി വളർത്തണം എന്നുള്ളതാണ്. പക്ഷേ വലുതായപ്പോഴാണ് നമ്മളെ വളർത്താൻ തന്നെ നമ്മൾ പാടുപെടണം, ആനക്കുട്ടിയെ വളർത്താനുള്ള സാമ്പത്തികം നമ്മളുടെ അടുത്ത് ഇല്ല എന്ന് മനസ്സിലായത്. സോ അവരുടെ തന്നെ ആപ്പോസിറ്റ് റോഡ് മുറിച്ച് കിടക്കുമ്പോൾ അവിടെ തന്നെ ഒരു ടോയ്സ് ഡ്രസ്സൊക്കെ ഉള്ള ഒരു കടയുണ്ടായിരുന്നു. സോ അവിടെയും കൂടി വെറുതെ കയറി. എന്തായാലും സമയം കിടക്കില്ലേ, ട്രെയിൻ 7 മണിക്കാണ്, നമുക്കിപ്പം 4 മണിയായതേ ഉള്ളൂ. സോ അപ്പം ഞാൻ ഇവിടെയൊക്കെ കുറേ നോക്കിക്കൊണ്ട് നടന്നു. അപ്പോൾ ഇവിടെ എത്ര ബൊമ്മയുടെ കളക്ഷനാണല്ലേ, എത്ര ബൊമ്മകളാണ്. നമ്മളൊക്കെ ഈ പണ്ട് ചെറുതിലിരിക്കുമ്പോൾ ഈ മഞ്ഞ, ചുവപ്പ്, പച്ച എന്നുള്ള ഈ പ്ലാസ്റ്റിക് ബൊമ്മകൾ അത് അത്ര മാത്രം നമുക്ക് കിട്ടും. അത് കിട്ടിയാൽ അത് വെച്ച് കളിക്കണം. ഇപ്പോഴുള്ള പിള്ളേർക്ക് അതൊന്നും വേണ്ട. പിന്നെ നമ്മളങ്ങനെ റൂമിലേക്ക് വന്ന് നമ്മൾ വിചാരിച്ചത് ഫുഡ് മൈൽഡായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം, ട്രെയിനിൽ അത്രയ്ക്കൊന്നും ഫുഡ് കൊള്ളില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ആൾറെഡി വന്നിട്ടുള്ളതുകൊണ്ട്. സോ അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോഴാണ് വിചാരിച്ചത് ദൈവമേ ഞാൻ പാക്ക് ചെയ്തില്ല എന്ന്. പിന്നെ ഷടപടേ എന്ന് പിന്നെ പാക്കിങ്ങിലേക്ക് ഇറങ്ങി. സോ പിന്നെ പെട്ടെന്ന് തന്നെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. സോ നമ്മൾ പാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഫുഡ് വന്നിട്ട് നമുക്ക് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ദോശ 2 പ്ലസ് ഒരു സാൻഡ്വിച്ച്, ഇത്രയും ഓർഡർ ചെയ്തു. സോ ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വെക്കേറ്റ് ചെയ്യാമെന്നാണ്. സോ ഞാൻ ഫ്രഷായിട്ട് ഈ ഡ്രസ്സാണ് ഇട്ടത്. ആരും കേൾക്കണ്ട, എന്താ എവിടെ പോയാലും ഈ ഡ്രസ്സെന്ന്. ഇതെൻ്റെ കംഫർട്ടാണ്. നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും മിക്കവാറും ഈ ഡ്രസ്സായിരിക്കും ഇട്ടിരിക്കുക. എനിക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര കംഫർട്ടാണ്. എൻ്റെ കസിൻസൊക്കെ കളിയാക്കും ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോഴേ, നിനക്ക് വേറെ ഡ്രസ്സില്ലേ, എപ്പോൾ നോക്കിയാലും ഈ പാൻറ്റും ഈ ടീഷർട്ടും എന്ന് കളിയാക്കും. ടീഷർട്ട് മാറ്റിയാലും ഞാൻ ആ പാൻറ്റ് ചേഞ്ച് ചെയ്യാറില്ല, ഭയങ്കര കംഫർട്ടാണ്. വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂം ചെക്കൗട്ട് ചെയ്തു. നമ്മൾ പിന്നെ റിട്ടേൺ ആട്ടോയിലാണ് തിരിച്ചത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്ന് ഒരു 5-10 മിനിറ്റേ ഉള്ളൂ. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് എക്സൈറ്റഡോടെ വന്ദേ ഭാരതിലേക്ക് വേണ്ടിയിട്ട് കാത്തിരുന്നതാണ്. സോ ഇതാണ് വന്ദേ ഭാരത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. സോ പിന്നെ അകത്ത് പോയപ്പോൾ എനിക്ക് അത്ര വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. സോ പോയി ഇരുന്നു. ഇത് വന്നിട്ട് 3 സീറ്റുള്ളതിൽ പ്രത്യേകിച്ച് ഈ സെൻറ്റർ സീറ്റൊക്കെ കിട്ടുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ ഇപ്രാവശ്യം. പുള്ളിക്കാരി ആദ്യം തന്നെ വിൻഡോയുടെ അടുത്തുള്ള സീറ്റിലേക്ക് ഇരുന്നു. പിന്നെ എൻ്റെ അപ്പുറത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. അത് വന്നതും പിന്നെ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് ആക്ച്വലി വാങ്ങണ്ടായിരുന്നു. നമ്മൾ 2 പേർക്കും കൂടി ഒന്ന് വാങ്ങി. അത് തന്നെ നമ്മൾ കഴിച്ചില്ല. എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന് നോക്കിയപ്പോൾ ചോറും പിന്നെ സാമ്പാറും ഒരു ചപ്പാത്തിയും ചന്ന കുറുമ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു. പിന്നെ തൈര് ഉണ്ടായിരുന്നു, നല്ല കട്ട തൈര്. ഞാൻ തൈര് മാത്രം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമും ചായയും ഒക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. നമ്മളതൊന്നും വാങ്ങിയില്ല. നമ്മൾ 2 പേരും കൂടി താമ്പരത്താണ് ഇറങ്ങിയത്. താമ്പരത്ത് ഇറങ്ങിയപ്പോൾ തന്നെ രാത്രി 11 മണിയുടെ അടുത്തായി. പിന്നെ ആട്ടോ പിടിച്ച് വീട്ടിലേക്ക് തിരിച്ചു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.